തണുത്ത് വരച്ചിട്ടുള്ള സൂര്യനെ കണ്ടിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. അന്ന് സബ്സ്ക്രൈബ് വേറെ എവിടേക്കല്ല കെട്ടിനിറക്കാൻ പോവാ അയ്യപ്പനെ കാണാൻ. കാലത്ത് തന്നെ 19°C ആയിരുന്നു കേട്ടോ. ഒടുക്കത്തെ തണുപ്പായിരുന്നു. നമ്മുടെ പാലക്കാട്ടുകാർക്കൊന്നും താങ്ങാൻ പറ്റില്ല. ട്രെയിൻ കയറാനായിട്ടേ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ നോട്ടം കണ്ടില്ലേ, ട്രെയിനിൻ്റെ ഉള്ളിലെ അവസ്ഥ ആലോചിച്ചിട്ടായിരുന്നു കേട്ടോ. അവസ്ഥയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഭയങ്കര തിരക്കായിരുന്നു. ചേച്ചിമാരുടെ ചേട്ടന്മാരുടെ അടിയും ഉന്തും തള്ളും ഒക്കെ കേട്ടിട്ടൊക്കെ പോണത്. നമ്മുടെ നല്ല ലോഡും ഉണ്ടായിരുന്നല്ലോ, കാല് വെക്കാൻ കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ. 4.5 മണിക്കൂറത്തെ കഠിനമായ നിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളിത് എത്തിയിട്ടാ റെയിൽവേ സ്റ്റേഷനിലുള്ള തിരക്കാണ്. എല്ലാ സ്വാമിമാരാ, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വേഗം ഗവിയിലേക്കുള്ള ബസ് കയറി. കുറച്ച് ഓറഞ്ച് വാങ്ങാൻ പോയതായിരുന്നു കേട്ടോ. തലയൊക്കെ നല്ല പെപ്പേന്നുണ്ട്. ഓറഞ്ച് പുളിയുണ്ടോ മധുരം ഉണ്ടോ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് മനസ്സിലായിണ്ടല്ലോ അല്ലേ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു കണ്ടക്ടറിനെ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര സൗമ്യതയായിട്ടുള്ള സംസാരമായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടതെല്ലാം ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കയറി പോകുമ്പോഴേക്കേ തണുപ്പായി തുടങ്ങി. അപ്പോൾ നമ്മൾ സ്കാഫൊക്കെ ഇട്ട് മോക്കെ മറിച്ചു. ജലദോഷം ഉണ്ടായിരുന്നേ, നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഗവിക്കുള്ള വണ്ടിയാണ് കയറിയില്ലേ, നമുക്ക് വണ്ടിപ്പെരിയാർ വരെ മതിയായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഒരു 4-5 ചേട്ടന്മാരെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4-2-6 പേരായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതാണ് കുറച്ചും കൂടി ബെറ്റർ. 600 രൂപയാണ് അവർ വണ്ടിക്ക് ചാർജ് ഉണ്ടായിരുന്നത്. എങ്ങനെയൊക്കെയോ തണുത്ത് കുറച്ച് അവിടെ എത്തിയിട്ടാണ്. അവിടെ എത്തിയപ്പോഴാണ് നോക്കുമ്പോൾ വണ്ടിക്ക് ഗ്ലാസ്സോ ഒന്നും കാണില്ല. ഫുള്ള് ഡെക്കറേഷനും സംഭവങ്ങളൊക്കെ. കേരള വണ്ടികൾ മാത്രമേ മര്യാദയ്ക്ക് കാണുള്ളൂ. ബാക്കി എല്ലാ വണ്ടികളും തമിഴ്നാട്, ആന്ധ്രയും കർണാടക എല്ലാം ഭയങ്കര ഡെക്കറേഷനൊക്കെ ആയിട്ടാണ്. 18-ാം പടി അയ്യപ്പനും എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വിർച്വൽ ക്യൂ എടുക്കാനുള്ള ക്യൂ. നമ്മൾ പിന്നെ ഉറങ്ങിയുണ്ടായിരുന്നില്ല, അങ്ങനെ വന്നു ക്യൂ നിന്നു. ഒരു 6-7 മണിക്കൂർ ക്യൂ ഒക്കെ നിന്നിട്ട് ഈ സംഭവം കിട്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കള്ളസ്വാമികളുടെ അലമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോലീസുകാർ നല്ല കട്ടൊക്കെ നിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും ബാക്കി നാളെ കാണാം.